വാച്ച് ലിസ്റ്റിന്റെ 51ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ആഴ്ചക്കാലയളവിൽ നഷ്ടത്തോടെയാണ് ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 1497 പോയിന്റും നിഫ്റ്റി 447 പോയിന്റും നഷ്ടം നേരിട്ടു. ഇന്ത്യക്കെതിരെ US ചുമത്തിയ 50% താരിഫ് നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഈ ഇടിവ്. വരുന്ന ആഴ്ചത്തെ വിപണിയുടെ നീക്കം നിക്ഷേപകർ ഉറ്റുനോക്കുകയാണ്. അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന 2 സ്മോൾ ക്യാപ് ഓഹരികളെ കുറിച്ചാണ് ഇന്ന് വാച്ച് ലിസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ടൈമെക്സ് ഗ്രൂപ്പ് ഇന്ത്യ, നുവോക്കോ വിസ്താസ് കോർപ്പറേഷൻ എന്നിവയാണവ. ആദ്യം ടൈമെക്സ് ഗ്രൂപ്പ് ഇന്ത്യ. പിന്നീട് പ്രകാശ്, ടൈമെക്സ് ഗ്രൂപ്പ് ഇന്ത്യയുടെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട്? എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത? ഇത് കൺസ്യൂമർ ഡിസ്ക്രിപ്ഷണറി സെക്ടറിലെ സ്മോൾ ക്യാപ് കമ്പനിയാണ്. നിലവിലെ മാർക്കറ്റ് ക്യാപ്പ് 3200 കോടിയോളം രൂപയാണ്. ഇത് ഒരു പ്രധാനമായും വാച്ച് നിർമ്മാണ കമ്പനിയാണ്. അതിൻ്റെ ആക്സസറീസുമാണ് നിർമ്മിക്കുന്നത്. പറയുകയാണെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും പഴക്കമേറിയ വാച്ച് മേക്കറായിട്ടുള്ള ടൈംസ് കോർപ്പറേഷൻ്റെ ഇന്ത്യയിലെ സബ് കമ്പനിയാണ്. 1988 ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയത്. ആദ്യമൊക്കെ ജോയിൻറ്റ് വെഞ്ചർ ആയിരുന്നു. തുടക്കകാലത്ത് തന്നെ 2 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ടൈറ്റൻ കമ്പനി, ടാറ്റ ഗ്രൂപ്പുമായിട്ടും സഹകരിച്ചിരുന്നു. 2000 അവർ ജോയിൻറ്റ് വെഞ്ചർ തീർന്നത്. തുടർന്ന് അവർ ഒരു ഇൻഡിപെൻഡൻ്റ്ലി തന്നെ ഇതിൻ്റെ ഒരു സബ് കമ്പനിയായിട്ട് തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പബ്ലിക്കലി ലിസ്റ്റഡ് ആണ്. 94 മുതൽ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടൊരു കമ്പനിയും കൂടിയാണ് ടൈംസ് ഗ്രൂപ്പ് ഇന്ത്യ എന്നുള്ളത്. അപ്പം നിലവിൽ ഇപ്പോൾ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ 5% അപ്പർ സീലിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തത്. 317, അതായത് ഒരു ഓൾ ടൈം ഹൈ ആണ്. അത് 52 വീക്ക് ഹൈയുമാണ് ഈ ഓഹരിയുടെ. ഇതിൻ്റെ ഒരു 52 വീക്ക് ലോ ആണെങ്കിൽ 118. ഓൾ ടൈം ലോ 6.5 രൂപ നിലവാരത്തിലാണ് ഇതിൻ്റെ ഓൾ ടൈം ലോ ഉള്ളത്. അപ്പോൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ 15% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലം നോക്കുകയാണെങ്കിൽ 50% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ സമയത്ത് ഒരു OFSഉം ഓഫർ ഫോർ സെയിലും തുടർ ഓഹരി വിൽപ്പനയും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി, ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയുണ്ട് ഈ ഒരു സ്റ്റോക്കിന് നോക്കുകയാണെങ്കിൽ, ക്വാർട്ടർ റിസൾട്ട് നോക്കുമ്പോൾ കുറേ കാലം ഒരു നല്ലൊരു പ്രവർത്തനമായിരുന്നില്ല, സാമ്പത്തിക പ്രകടനമല്ലായിരുന്നു കാഴ്ചവെച്ചത്. പക്ഷേ റീസെൻറ്റ് ക്വാർട്ടേഴ്സ് നോക്കണം. ഇപ്പം എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ 2024 സെപ്റ്റംബർ ക്വാർട്ടർ മുതൽ ഇങ്ങോട്ട് വളരെ ഒരു സെയിൽസിലും നല്ലൊരു സ്ട്രോങ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. പ്രോഫിറ്റിലും നല്ലൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഈ ഓഹരി. ഓപ്പറേറ്റിംഗ് മാർജിൻസ് നോക്കുകയാണെങ്കിലും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ ഒരു ഡബിൾ ഡിജിറ്റ് നിലവാരങ്ങളിലേക്ക് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, വളരെ ശക്തമായിട്ട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജൂൺ ക്വാർട്ടർ ഏറ്റവും അവസാനം പബ്ലിഷ് ചെയ്തിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ബോത്ത് റവന്യൂലായാലും പ്രോഫിറ്റിലായാലും നെറ്റ് പ്രോഫിറ്റായാലും ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് ബിസിനസ് മൊമെൻറ്റം റീസെൻ്റ്ലി നല്ല രീതിയിലൊരു പ്രകടമാക്കുന്നുണ്ടെന്ന് പറയാം. ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഇടക്കാലത്തെ ഒരു മോശം പ്രകടനത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് തന്നെ നോക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രസ്സിൽ നിന്നും ഒരു ടേൺ റൗണ്ട്, ഒരു നില മെച്ചപ്പെടുത്തുന്നുള്ളത് ഒരു എവിഡൻ്റ് ആണ്. ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഹെൽത്തിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് വർത്ത് പോസിറ്റീവായിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുമ്പോൾ മാർച്ച് ക്വാർട്ടർ മുതൽ പോസിറ്റീവായിട്ടുണ്ട്. നേരത്തെ അതൊരു നെഗറ്റീവിലൊക്കെ നിന്നിരുന്നതാണ്. അപ്പോൾ അതൊരു പോസിറ്റീവിലേക്ക് നെറ്റ് വർത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളൊരു പോസിറ്റീവ് അവിടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റിൽ നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളൊരിതാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുമ്പോൾ 3.99 ടൈംസിനാണ് ഉള്ളത്. അതൊരു അതായത് കടോഹരനുമായി നോക്കുമ്പോൾ ആ ഒരു റേഷ്യോയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അതൊരു ഫിനാൻഷ്യൽ റിസ്ക് അല്ലെങ്കിൽ ഒരു ലിവറേജ് കൂടുതലാണെന്ന് കാണിക്കുന്നു. ടോട്ടൽ ലയബിലിറ്റീസും ടോട്ടൽ അസറ്റും ഒരേപോലെ തന്നെ സ്റ്റഡിലി ഗ്രോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബിസിനസ് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ഓപ്പറേഷണൽ സൈഡായാലും നടക്കുന്നുണ്ട്, ഒരു എക്സ്പാൻഷൻ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സൂചന. ഇനി ക്യാഷ് ഫ്ലോ നോക്കുമ്പോഴും കുറേ വർഷം നെഗറ്റീവ് പൊതുവെ ഒരു വോൾട്ടൈലായിട്ടുള്ളൊരു ചിത്രമാണ് നൽകുന്നത്. ചില സമയത്തൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാഷ് ഫ്ലോയും കാണിച്ചിരുന്നു. പക്ഷേ റീസെൻ്റായിട്ട് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് നോക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഈ റീസെൻ്റ്ലി വന്ന ആ കമ്പനിയുടെ ഒരു നില മെച്ചപ്പെടുത്തേണ്ട ഭാഗമായിട്ടുള്ള പ്രതിഫലനങ്ങളെല്ലാം ഇതിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ മെട്രിക്സിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുമ്പോൾ ഏറ്റവും മാർച്ച് 2005 ക്വാർട്ടർ നോക്കുമ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ മുന്നോട്ടുള്ള ക്വാർട്ടർ റിസൾട്ടുകൾ നമ്മൾ ഡെറ്റ് ലെവലും ഒരു പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ള അതിൻ്റെ സൂചനയാണത്. പക്ഷേ റീസെൻ്റ്ലി എല്ലാം നല്ല പെർഫോമൻസാണ് മൊത്തത്തിൽ കാണിക്കുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ കറൻറ്റ് PE റേഷ്യോ എന്ന് പറയുന്നത് 73.4 മൾട്ടിപ്പിൾസിലാണുള്ളത്. അത് ഇൻഡസ്ട്രി ആവറേജിന് നോക്കുമ്പോഴും വളരെയധികം മുകളിലാണ്. അതേപോലെ തന്നെ പിയർ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് പ്രമുഖ എതിരാളി കമ്പനികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും അവരെക്കാട്ടും മുകളിലാണ് ഒരു വാല്യുവേഷൻ നിൽക്കുന്നത്.
ഇനി ഈ സ്റ്റോക്കിന് ഒരു കഴിഞ്ഞൊരു 10 വർഷത്തെ ഒരു ഹിസ്റ്റോറിക്കൽ പി നോക്കുകയുള്ളൂ. അതിൻ്റെ ഒരു ആവറേജ് നോക്കിയാൽ 58.5 മൾട്ടിപ്പിൾസിനാണുള്ളത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ പിയുടെ മുകളിലാണ് നിലവിലത്തെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു വാല്യുവേഷനിൽ അതൊരു എക്സ്പെൻസീവാണ് സൂചിപ്പിക്കുന്ന ഘടകമാണ്. ഇനി ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ ഷെയറിന് 2.5 രൂപയാണ്. അതായത് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഷെയർ വാല്യൂ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഉയർന്നതാണ്. അതൊരു ഹ്യൂജ് പ്രീമിയം. ബുക്ക് വാല്യൂവിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഒരു വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണ്, അതിൽ പ്രീമിയം ആണെന്ന് തന്നെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇനി പി ജി റേഷ്യോ നോക്കും 0.65 ആണ്. അപ്പോൾ അതായത് ഒരു സ്ട്രോങ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതായത് ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ അടിവരയിടുന്നൊരു ഘടകം തന്നെയാണത്. അപ്പം മുന്നോട്ടും ഈ ഒരു കമ്പനിയുടെ ക്വാർട്ടർലി ആയിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ് ബെറ്റർ ആണെങ്കിൽ ഓഹരിക്കും മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത്. ഇനി ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ അളക്കുന്ന ROC ആയാലും ROE ആയാലും അതായത് റിട്ടേൺ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ എല്ലാം എക്സെപ്ഷണലി ഹൈ ആയിട്ടുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കമ്പനിയുടെ ടേൺ അറൗണ്ടിനെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ ഇതിനകത്തൊരു ഒരു സ്മോൾ എക്വിറ്റി ബേസ് ആയതുകൊണ്ട് ഹൈ ലിവറേജ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പാർഷ്യലി വരുന്നൊരു സ്വാധീനവും ഇത്രയും ഉയർന്നു നിൽക്കാൻ ROEയും ROCയും ഉയർന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എക്സെപ്ഷണലി ഹൈ ആയിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കാണിക്കുകയാണെങ്കിൽ ഈ OFS വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊമോട്ടർ ഹോൾഡിങ്ങിൽ ഒരു സ്റ്റേക്ക് കുറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നോക്കും പബ്ലിക് ഷെയർ ഹോൾഡിങ് 25%-ൽ നിന്ന് 39% കൂടിയിട്ടുമുണ്ട്. FIs DIs നോക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ കുറച്ചുള്ളൊരു സ്റ്റേക്ക് മാത്രമേ ഉള്ളൂ, വളരെ 1-2% താഴെ ഉള്ളൂ. പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം ഇതുവരെ പറഞ്ഞതിൻ്റെ എല്ലാം വെച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലുക്ക് നമ്മൾ നോക്കുമ്പം ഈ ഒരു ഷെയറിന് അല്ലെങ്കിൽ ഓഹരിയുടെ ടൈമിക്സ് ഗ്രൂപ്പ് ഇന്ത്യയുടെ ഒരു ഷെയറിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ സ്ട്രെങ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് കാണിക്കുന്ന ഒരു സ്ട്രോങ് ഗ്രോത്ത് മൊമെൻറ്റും ഉണ്ട്. പ്രോഫിറ്റിലായാലും സെയിൽസിലായാലും അതൊരു പോസിറ്റീവാണ്. ഒരു ഹൈ പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. ഈ ROE ROC വെച്ച് നോക്കുള്ളൂ കമ്പനിയുടെ ഹൈ പ്രോഫിറ്റബിലിറ്റീനെ സൂചിപ്പിക്കുന്നത്. അതൊരു സ്ട്രെങ്ത് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ കൊമേഴ്സിലേക്ക് അതേപോലെ തന്നെ ഒരു പുതിയ ന്യൂ ഫ്രാഞ്ചൈസി സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുന്നു. ക്വിക്ക് കൊമേഴ്സിലൊക്കെ കടക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ ഗ്രോത്ത് ഡ്രൈവിങ്, അതായത് അടുത്ത ഘട്ടം വളർച്ചയ്ക്കുള്ള ഓപ്പറേഷൻസിലേക്കും കമ്പനി നീങ്ങുന്നു എന്നുള്ളതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. പിന്നെ ബ്രാൻഡ് എന്നുള്ളതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് മുന്നോട്ടായാലും നോക്കുമ്പം. ഇത് റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഓഹരിയുടെ ഇപ്പോൾ ഒരു വാല്യുവേഷൻ ഹൈ തന്നെയാണ്. അപ്പം മുന്നോട്ടേക്കും ക്വാർട്ടർലി ആയിട്ടുള്ള പെർഫോമൻസ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് വെച്ച് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു വില ഒരു വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഹൈ ഡെറ്റാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോൾ ഈ ഡെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് പോകുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ളൊരു ആശ്വാസമുണ്ട്. പലിശഭാരം കുറയുന്നൊരു ആശ്വാസം കിട്ടും. പക്ഷേ എന്നാലും ഡെറ്റ് ഇക്വിറ്റി ഹൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്കും പുതിയ ബോറോയിങ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഹൈ ഡെറ്റ് എന്നുള്ളതിനെ നമുക്ക് തൽക്കാലം വാച്ച് ചെയ്യേണ്ട റിസ്ക്കുകൾ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പിന്നെ സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഭയങ്കര വോൾട്ടൈലായിട്ടുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. ഇതാണ് പറയാനുള്ളത്. അപ്പം ചുരുക്കി പറയുമ്പോൾ ഒരു സ്ട്രോങ് ഗ്രോത്ത് ഫേസിലാണ് ഇപ്പോൾ കമ്പനി ഉള്ളത്. ഒരു കുറച്ച് മോശം കാലത്തിന് ശേഷം തിരിച്ചുവരുന്നൊരു ഇതിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെയായിട്ട് തന്നെയുള്ള ആ ഗ്രോത്തിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഓൾറെഡി കുറേയൊക്കെ പ്രൈസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിയിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ പറയുമ്പോൾ ഒരു അഗ്രസീവായിട്ടുള്ള ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചാണ് ഇതൊരു ഒരു ഇച്ചിരി ബെറ്റർ ചോയ്സ് തോന്നുന്നു. അപ്പോൾ നേരത്തെ പറയല്ലേ ക്വാർട്ടർലി ഏർണിങ്സ് നമ്മൾ ഡെറ്റ് ലെവലും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണം. ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇതൊരു ഇച്ചിരി റിസ്കി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. ഒന്നുകിൽ കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഡെറ്റ് അല്ലെങ്കിൽ ലിവറേജ് ഒക്കെ കുറേ നേരം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ എന്തായാലും അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ചോയ്സ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണത്. ടൈംസ് ഗ്രൂപ്പ് ഇന്ത്യയുടെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ്. നമസ്കാരം. നമ്മളിവിടെ ടൈംസ് ഗ്രൂപ്പ് ഇന്ത്യ ലിമിറ്റഡ് ഈ സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ ഓൾറെഡി നമുക്കറിയാം സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലേക്കാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൺസോൾട്ടേഷന് ശേഷം ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മളിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സ്റ്റോക്ക് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇടയ്ക്ക് ആ ഒരു ട്രെൻഡ് ലൈനിനെ താഴേക്ക് ബ്രേക്ക് ചെയ്തെങ്കിലും വീണ്ടും അത് റീഗെയിൻ ചെയ്തു എന്ന് നമുക്കിവിടെ കാണാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ലെവലിലാണ് സ്റ്റോക്ക് ഉള്ളത്. നിലവിൽ 280 രൂപയിൽ
ഒരു സപ്പോർട്ടുണ്ട്. സ്റ്റോക്കിന് അതേപോലെ 291 രൂപയിലും ഒരു സപ്പോർട്ട് ലെവൽ നമുക്ക് കാണാം. മുകളിലേക്ക് പോകുമ്പോൾ ഈ ക്യാൻഡിലെ ഹൈ എന്നുള്ളതാണ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. 317 രൂപ ലെവലിലാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. നമ്മളിവിടെ EMA ലെവൽ EMA 9 ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം EMA ആയിട്ട് കൃത്യമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോക്കാണിത്. EMA ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് കഴിഞ്ഞ 3 ദിവസവും സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വോളിയം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പൊതുവെ ശരാശരിയിൽ താഴെ വോളിയത്തിലാണ് സ്റ്റോക്കിൽ ട്രേഡ് നടക്കാറുള്ളത്. പിന്നീട് നമ്മൾ പിവറ്റ് ലെവലും കൂടി ഒന്ന് നോക്കാം. ലൈവ് മാർക്കറ്റിലാണ് കൂടുതലായിട്ട് പിവറ്റ് ലെവൽ സപ്ലൈ ചെയ്യുന്നത്. എന്നാലും നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു ലെവലിൽ സ്റ്റോക്ക് ഈ ഒരു ക്യാൻഡിലിൽ ട്യൂസ്ഡേ പിവറ്റ് ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ തന്നെ വീക്ക്ലി ക്യാൻഡിൽസ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. വീക്ക്ലി ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ലെവൽസ് ഒന്നും മാറ്റാം, ലെവൽസൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാരബോസ് ക്യാൻഡിലിൻ്റെ ഫോർമേഷനാണ് ലാസ്റ്റ് വീക്കിൽ നടന്നിട്ടുള്ളത്. റീസെൻ്റായിട്ട് മുകളിൽ വേറെ റെസിസ്റ്റൻസ് ഒന്നും നിലവിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാൻഡിൽ ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പ് ഒരു കൺസോൾട്ടേഷനിലേക്ക് സ്റ്റോക്ക് പോയിരുന്നു. അതിനുശേഷമാണ് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് എന്നതും വിസിബിളാണ്. ഹൈ ഫോർമേഷൻ വിസിബിളാണ്. ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. ടൈംസ് ഗ്രൂപ്പ് ഇന്ത്യയുടെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു. ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. പിന്തു പ്രകാശ്, നുവോക്കോ വിസ്താസ് കോർപ്പറേഷൻ്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട്? എന്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത? ഇതൊരു സിമൻറ്റ് നിർമ്മാണ കമ്പനിയാണ്. നമ്മൾ വളരെ പ്രശസ്തമായ ഡിറ്റർജൻറ്റ് മേക്കേഴ്സായ നിർമ്മ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കമ്പനിയാണ്. 2014 നിർമ്മ ഗ്രൂപ്പ് സിമൻറ്റ് സെക്ടറിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഗ്രീൻ ഫീൽഡായിട്ടുള്ളൊരു പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ട് തന്നെ സിമൻറ്റ് നിർമ്മാണ രംഗത്തേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ നുവോക്കോ വിസ്റ്റ കോർപ്പറേഷൻ പറയുകയാണെങ്കിൽ ഇപ്പം വെള്ളിയാഴ്ച 455 രൂപ നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 578 ആണ് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ. 470 ആണ് ഇതിൻ്റെ ഒരു 52 വീക്ക് ഹൈ. 257 52 വീക്ക് ലോ. 260 ഓൾ ടൈം ലോ. എന്ന് പറഞ്ഞാൽ 2021 ഓഗസ്റ്റിലാണ് ഈ ഒരു ഓഹരി IPO നടത്തി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അന്നത്തെ ഇഷ്യൂ പ്രൈസ് 570 അപ്പോൾ അന്നത്തെ ഇഷ്യൂ പ്രൈസിന് താഴെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് ലിസ്റ്റിങ്ങിൻ്റെ സമയത്താണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയതിന് ശേഷം ഒരു കറക്ഷനൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഓഹരിയിൽ. ഇപ്പോൾ പറയുമ്പോൾ ഇഷ്യൂ പ്രൈസിന് താഴെയാണെന്നുള്ളതാണ് സൂചിപ്പിച്ച ഘടകം. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ച നേരിട്ടൊരു തിരിച്ചടിയോടുകൂടി ആ ഒരു വീക്ക്ലി ഗെയിൻ പോയി നെറ്റ് വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ 2% കറക്ഷനിലാണ് ഓഹരി നിൽക്കുന്നതെങ്കിൽ പോലും കഴിഞ്ഞ ഒരു മാസത്തിനിടെ നോക്കുമ്പോൾ 12% ഗെയിൻ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ 30% നേട്ടം നൽകിയിട്ടുള്ള ഒരു ഓഹരിയാണ് നമുക്കിത് കാണാം. പിന്നെ ഇതൊരു സിമൻറ്റ് നിർമ്മാണം, അതേപോലെ തന്നെ കോൺക്രീറ്റ് മിക്സറിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ പുതിയ ബിൽഡിംഗ് മെറ്റീരിയൽസൊക്കെ അഡ്ഹസീവ്സ്, ഡ്രൈ പ്ലാസ്റ്റർ അങ്ങനെയുള്ള കമ്പോണൻസും അതേപോലത്തെ പ്രോഡക്റ്റുകളും ഇതിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ ബിൽഡിംഗ് മെറ്റീരിയൽ പ്രോഡക്ട്സുകളും ഇവർ വിപണിയിൽ ഇറക്കുന്നുണ്ട്. പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റവന്യൂ എന്ന് പറയുന്നത് സിമൻറ്റ് വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് 90% കമ്പനിയുടെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ബാക്കിയുള്ളതിൽ നിന്നാണ് 10% വരുന്നുള്ളൂ. പിന്നെ 11ഓളം മാനുഫാക്ചറിങ് പ്ലാന്റുകളുണ്ട്. ഇതിൽ 5 ഇൻറ്റഗ്രേറ്റഡ് യൂണിറ്റുകൾ ആണ്, 6 ഗ്രൈൻഡിങ് യൂണിറ്റുകളുമാണ്. അപ്പോൾ റീസെൻ്റ്ലി നോക്കുമ്പോൾ ജനുവരി ഈ വർഷം ആദ്യം വദ്രാജ് സിമൻറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തിരുന്നു. അപ്പോൾ ജൂണിൽ അതിൻ്റെ ഒരു ടേക്ക് ഓവറൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് കമ്പനി എന്ന് പറയുമ്പോൾ 16,200 കോടിയാണ് നിലവിലത്തെ ഒരു മാർക്കറ്റ് ക്യാപ്പ് കാണിക്കുന്നത്. സ്മോൾ ക്യാപ്പ് വിഭാഗത്തിലുള്ള കമ്പനിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ആദ്യം കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി പെർഫോമൻസും ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ IPOക്ക് ശേഷം വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് റിസൾട്ട്സ് ആണ് കാണിക്കാറുള്ളത്. ഇടയ്ക്കൊരു വോൾട്ടൈലായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാണാം. പക്ഷേ ഈ കഴിഞ്ഞ 2 ക്വാർട്ടറിലായിട്ട് വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കിയാൽ 18% ഉള്ളത്. അപ്പോൾ അതായത് നേരത്തെ കുറിച്ചിട്ട് വീക്കറായിട്ടുള്ള ഒരു മാർജിനായിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു സ്ട്രോങ് റിക്കവറി നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ക്വാർട്ടർലി ഏർണിങ്സ് നോക്കുമ്പോൾ കാണാം. ROEയും ROCയും 5% താഴെയാണുള്ളത്. അത് വളരെ ലോ ആയിട്ടുള്ള ഒരു ഇതാണ്. പറയുവാണെങ്കിൽ ഒരു പൂർ ക്യാപിറ്റൽ എഫിഷ്യൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഇതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെയൊക്കെ ഒരു വോൾട്ടാലിറ്റി കൊണ്ടൊക്കെ സംഭവിക്കുന്ന ഘടകങ്ങളാണത്. ഇപ്പം നോക്കുകയാണെങ്കിൽ
റീസെൻ്റായിട്ട് നോക്കുമ്പോഴും കുറച്ച് പോസിറ്റീവ് സൈൻസ് ഉണ്ട്. നെറ്റ് പ്രോഫിറ്റിൻ്റെയൊക്കെ കാര്യത്തിൽ ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോഴുണ്ട്. പക്ഷെ മാർജിൻ സീക്വൻഷ്യലായിട്ടുള്ള ഒരു ഗ്രോത്ത് ചില സമയത്ത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഏണിംഗ് പെർ ഷെയറിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനുണ്ട്. ഇനി ഫിനാൻഷ്യൽ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ലയബിലിറ്റീസ് മാർച്ച് 2022 ശേഷം കുറയുന്നത്, അത് 2022 ഫിനാൻഷ്യൽ ശേഷം കുറയുന്നതായിട്ട് കാണാം. IPO നടന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബോറോയിങ് ഒക്കെ കുറച്ച്, അല്ലെ ഡെറ്റ് റിഡക്ഷനൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം 2022 5575 കോടിയായിട്ടുള്ളൊരു ബോറോയിങ് 4000 കോടിയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ വെച്ച് കണക്ക് വെച്ച് നോക്കുമ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നിൽക്കുന്നത് 0.45 അതൊരു മാനേജബിൾ ആയിട്ടുള്ള ലിവറേജേ ഉള്ളൂ. അത് ഒരു കുഴപ്പമില്ല. ടോട്ടൽ അസറ്റ് നോക്കുമ്പോഴും റീസെൻ്റായിട്ട് ഒരു ഡൗൺ ചെയ്തായിട്ട് കാണാം. പക്ഷേ ലയബിലിറ്റി റിഡക്ഷൻ്റെ ബേസിൽ എടുക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടും വേണമെങ്കിൽ എടുക്കാം, ഒരു പോസിറ്റീവ് ട്രെൻഡായിട്ടും എടുക്കാം. പിന്നെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നോക്കുമ്പോഴും കൺസിസ്റ്റൻ്റ്ലി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് സോളിഡ് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് ഒരു പോസിറ്റീവ് ഘടകമാണ്. പിന്നെ അതായത് ഡെറ്റ് ഇത്ര ഉള്ള സ്ഥിതിക്കും കമ്പനിക്ക് ഇത്രയധികം ബോറോയിങ് ഉള്ള സ്ഥിതിക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വളരെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് ഒരു പോസിറ്റീവ് ഒരു ഘടകം തന്നെയാണ്. ഇനി വാല്യുവേഷൻ റേഷ്യോസ് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഈ നുവോക്കോ വിസ്ത കോർപ്പറേഷൻ്റെ ഷെയറിൻ്റെ ഒരു പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ കാണിക്കുന്നത് 107 മൾട്ടിപ്പിൾസിലാണ്. ഇൻഡസ്ട്രി PE നിൽക്കുന്ന 48 ടൈംസിലാണ്. അപ്പം ഇൻഡസ്ട്രി ആവറേജിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ വേണ്ട സ്റ്റോക്ക് ഓവർ വാല്യൂഡാന്ന് പറയാം. പിന്നെ നോക്കുകയാണെങ്കിലും പിയർ കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഈ ഷെയറിൻ്റെ PU കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PEയുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയുടെ ബേസിസിൽ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് ഓവർ വാല്യൂഡാന്ന് പറയേണ്ടിയിരിക്കുന്നു. PG റേഷ്യോ നെഗറ്റീവാണ്. അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അതൊരു നേരത്തെ പറഞ്ഞില്ല, വോൾട്ടൈലാണ് ഇവർ ചില ക്വാർട്ടറിലുള്ള പെർഫോമൻസ്. ആ നെഗറ്റീവ് ഗ്രോത്ത് കൊണ്ടുള്ളൊരു കൺസേൺ ആണ് ഈ കാണിക്കുന്നത്. അത് നെഗറ്റീവ് ഏർണിംഗ്സ് ഗ്രോത്തിൻ്റെ ട്രെൻഡാണ് ഈ സൂചിപ്പിക്കുന്നത്. ബുക്ക് വാല്യൂ 252 രൂപയുണ്ട്, അതായത് 250 rupees പെർ ഷെയർ ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ 1.8 ആണ്. അതൊരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ, നിലവാരമാണത്. ഇപ്പം ചുരുക്കത്തിൽ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ റിസ്ക് ആയിട്ട് പറയാൻ പറ്റുന്നതിൻ്റെ ഹൈ വാല്യുവേഷനാണ്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നോക്കുമ്പോൾ ഒരു എക്സ്ട്രീംലി ഹൈ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. പിന്നെ ഈ പ്രോഫിറ്റബിലിറ്റി പറയില്ല, അതിൻ്റെ ഒരു വോൾട്ടിലിറ്റി, അതായത് ഫിനാൻഷ്യൽ പെർഫോമൻസിൽ കാണിക്കുന്ന ഒരു ചാഞ്ചാട്ടം നമ്മൾ ഒരു റിസ്ക് ആയിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട്. റിട്ടേൺ റേഷ്യോസും വളരെ ലോ ആണ്. അതായത് ROE ROC ഒക്കെ 5% താഴെ ഉള്ളൂ. ROE ഒക്കെ 1% താഴെയാണ്. അപ്പോൾ ഇത്രയും ബോറോയിങ് ഉള്ള സ്ഥിതിക്ക് ആ ഒരു പ്രോഫിറ്റബിലിറ്റി മാർജിൻ എന്ന് പറയുന്നത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം. സ്ട്രാറ്റജിക് ആയിട്ടുള്ള അക്വിസിഷൻസ് ഒക്കെ ഈ റീസെൻ്റ് നടന്നത് ബജാജ് സിമെൻറ്റ്സിൻ്റെ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ സ്ട്രാറ്റജിക് ഇനോർഗാനിക് ഗ്രോത്തിന് വേണ്ടി കമ്പനി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു അക്വിസിഷനെയൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ എടുക്കാം, പോസിറ്റീവ് ഘടകമായിട്ട് എടുക്കാം. പിന്നെ ബോറോയിങ് ഡെറ്റ് ഉണ്ടെങ്കിൽ പോലും ഡെറ്റ് റിഡക്ഷന് വേണ്ടി കമ്പനി ശ്രമിക്കുന്നതിന് ഒരു പോസിറ്റീവായിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ലിവറേജിങ് എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഘടകമാണ്. അപ്പോൾ കൺക്ലൂഷനായിട്ട് പറയുമ്പോൾ ഒരു റിക്കവറിക്കുള്ളൊരു സൂചനകളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ വാല്യുവേഷൻ നോക്കുമ്പോൾ സ്ട്രെച്ച്ഡാണ്, അല്ലെങ്കിൽ ഇച്ചിരി ഒരു പ്രീമിയത്തിലാണെന്ന് പറയില്ല, എക്സ്പെൻസീവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പം ചുരുക്കി പറയുമ്പോൾ ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡായിട്ടുള്ളൊരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓഹരിയാണ്. കൺസർവേറ്റീവ് ആയിട്ടൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അത്ര സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഓഹരിയല്ല. നുവോക്കോ വിസ്താസ് കോർപ്പറേഷൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ്. നമസ്കാരം. നമ്മളിവിടെ നുവോക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓൾറെഡി നമ്മളിവിടെ ഫിബ് ലെവൽസ് അതേപോലെ ട്രെൻഡ് ലൈൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ ഒരു ട്രെൻഡ് ലൈനെ സ്റ്റോക്ക് തുടർച്ചയായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയത്. അതിനുശേഷം ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു താഴേക്ക് ഇറങ്ങി. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഫിബ് ലെവലിൽ നിന്ന് 0.382 ഒരു ബുള്ളിഷ് ലെവലാണ്. അവിടെ പലതവണ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കിനി ഈ ഒരു സ്റ്റോക്കിൽ തന്നെ EMA ലെവൽസും നോക്കാം എങ്ങനെയാണെന്നുള്ളത്.
EMA 9 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കൃത്യമായിട്ട് EMA 9ൽ നിന്നാണ് സ്റ്റോക്ക് തുടർച്ചയായിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് കാണാം. കണ്ടിന്യൂസ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹൈ ഫോർമേഷൻ നമുക്ക് വിസിബിളാണ്. പക്ഷേ ലാസ്റ്റ് ഫ്രൈഡേ ആ ഒരു EMA 9ന് താഴേക്കാണ് ക്ലോസിങ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു ലോവർ ലെവൽ റിജക്ഷനും അവിടെ വിസിബിളാണ്. പൊതുവെ ശരാശരിയിൽ താഴെയാണ് ഈ സ്റ്റോക്കിൽ വോളിയം ഉണ്ടാവാറുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ വീക്ക്ലി ക്യാൻഡിൽസ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നോക്കുമ്പോഴും അറിയാം, തുടർച്ചയായ ആഴ്ചകളിൽ ഇവിടെ മുതൽ ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽസ്, അതും സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നീടൊരു ഓഗസ്റ്റ് 18 ആ ഒരു വീക്കിൽ ഒരു ഇൻഡിസിഷൻ ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്ത്. പിന്നീട് വീണ്ടും ഒരു ഓൾമോസ്റ്റ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ എന്നുള്ളത് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ലെവലാണ്. 469 രൂപ 80 പൈസ. അവിടെ നമ്മളൊരു ആ ഒരു റേഞ്ചിൽ നമ്മളൊരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു ലോ ലെവൽസ് കഴിഞ്ഞ 2 വീക്സിലും സപ്പോർട്ട് എടുത്ത ലെവൽസാണ് 448 രൂപ. അവിടെ നമ്മൾ നെക്സ്റ്റ് ഒരു സപ്പോർട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഈ ഓഹരിയിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. നുവോക്കോ വിസ്താസ് കോർപ്പറേഷൻ്റെ ഫണ്ടമെൻ്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു. അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന 2 സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് വിശകലനം ചെയ്തത്. പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം. അടുത്തയാഴ്ച പുതിയ സ്റ്റോക്കുകളുമായി വീണ്ടും കാണാം.